ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സോഷ്യൽ സയൻസിൻ്റെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ നവംബർ 9 നടന്ന ക്ലാസ്സിലോട്ട് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? അതെ, നമ്മൾ ദ എർത്ത് മിത്ത് ആൻഡ് റിയാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആരംഭിച്ചു അല്ലേ. പിന്നെ നമ്മൾ എർത്തിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. എർത്തിൻ്റെ ഷേപ്പിനെ പറ്റി പഠിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ നമ്മൾ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് നമ്മൾ കുറേ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വേർ ഓൺ എർത്ത് ആം ഐ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗമുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. ഓക്കെ, അപ്പോൾ ആ ഭാഗം ഒന്ന് എടുക്കും. ഹാവ് യു എവർ തോട്ട് എബൌട്ട് യുവർ പൊസിഷൻ ഓൺ ദി എർത്ത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ എർത്തിലെ പൊസിഷൻ എന്താണെന്ന്? അതായത് നിങ്ങൾ എർത്തിൽ എവിടെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. യുവർ ആൻസർ മേ ബി ഇൻ ഏഷ്യ, ഇൻ ഇന്ത്യ, ഇൻ കേരള ആൻഡ് സോ ഓൺ. നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും? അതെ, ഇൻ ഏഷ്യ, ഇൻ ഇന്ത്യ, ഇൻ കേരള, ഇൻ പാലക്കാട്, അങ്ങനെ ആയിരിക്കും അല്ലേ. അങ്ങനെ നമ്മൾ പറയും. ഏഷ്യയിൽ, ഇന്ത്യയിൽ, കേരളത്തിൽ, അങ്ങനെ പറയും അല്ലേ. There are exact locations for each and every feature or place on the earth. എർത്തിൽ ഓരോ പ്ലേസുകൾക്കും എന്തുണ്ട്? ഓരോ ലൊക്കേഷൻസ് അവർ നിർണ്ണയിച്ചിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ഓൺ ദി ബേസിസ് ഓഫ് സെർട്ടൈൻ മെഷർമെൻറ്റ്സ്. ഇത് അളക്കുന്നത് കുറച്ച് അളവുകളുടെ ഇതിലാണ് ഇത് നോക്കുന്നത്. ഓക്കെ, നമ്മളെവിടെയാണ് ഉള്ളത് എന്ന് നോക്കുന്നത് ഇത് കുറച്ച് അളവുകളുടെ മെഷർമെൻറ്റ്സിൻ്റെ നോക്കിയിട്ടാണ്. ഓക്കെ, let us see how the location of a feature or a place is determined. എവിടെയാണ് ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം എന്നൊക്കെ നോക്കൂ എന്നാണ് പറയുക. എങ്ങനെ നോക്കാം എന്നാണ് പറയുന്നത്. ട്രൈ ടു നോട്ട് ഡൗൺ ദി പൊസിഷൻ ഓഫ് യുവർ സീറ്റ് ഇൻ ദി ക്ലാസ് റൂം. നിങ്ങളുടെ ക്ലാസ് റൂമിൽ നിങ്ങളുടെ സീറ്റ് എവിടെയാണെന്ന് നിങ്ങൾ നോട്ട് ചെയ്യാനാണ് പറയുന്നത്. നോട്ട് ഡൗൺ ദി പൊസിഷൻ ഓഫ് ഈച്ച് സ്റ്റുഡൻറ്റ് വിത്ത് റെഫറൻസ് ടു ദി ടേബിൾ ഇൻ ദി ക്ലാസ്. അത് നിങ്ങൾ ടീച്ചറുടെ ടേബിൾ ഉണ്ടാവുമല്ലോ, ആ ടേബിൾ നോക്കിയിട്ട് ആ ടേബിളിനെ റെഫറൻസ് ചെയ്തിട്ട് നോക്കാനാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ മലയാളം മീഡിയത്തിന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഹൂ സിറ്റ്സ് തേർഡ് ഓൺ ദി ബെഞ്ച്, സെക്കൻഡ് ബെഞ്ച് റൈറ്റ് ടു ദി ടേബിൾ. ഒരു എക്സാമ്പിളായിട്ട് ഒരാൾ ഇരിക്കുകയാണ്, മൂന്നാമത്തെ തേർഡ് ഓൺ സെക്കൻഡ് ബെഞ്ചിലെ മൂന്നാമത്തെ ആളാണ് ടീച്ചറുടെ ടേബിളിൻ്റെ റൈറ്റ് ഭാഗത്ത്, വലതേ ഭാഗത്താണ് ഇരിപ്പുള്ളത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളായിട്ട് ദ്യുതിനെ പറയാം. ദ്യുതി എവിടെ ഇരിക്കുന്നതെന്നറിയോ? ദ്യുതി ഫസ്റ്റ് ബെഞ്ചിലാണ് ഇരിക്കുന്നത്. അഞ്ചാമത്തെ കുട്ടിയാണ്, ഫിഫ്ത്ത് ഓൺ ദി ഫസ്റ്റ് ബെഞ്ച്. പിന്നെയോ റൈറ്റ് ടു ദി ടേബിളിൻ്റെ റൈറ്റ് സൈഡിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ലെറ്റസ് പ്ലേ ആൻഡ് ലേൺ എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷൻ ഉണ്ട്, ഒരു ഗെയിമിൻ്റെ പോർഷനാണ് കേട്ടോ ഇത്. വി ക്യാൻ പ്ലേ ആൻ ഇൻട്രസ്റ്റിംഗ് ഗെയിം വിത്ത് എ ബോർഡ് വിത്ത് നെയിംഡ് ഗേൾ, ഗ്രിഡ്സ് ആൻഡ് എ ബട്ടൺ ആസ് ഷോൺ ഇൻ ദി പിക്ചർ ഫിഗർ 5.1. ഈ ഫിഗർ 5.1 പോലെ ഒരു കാർഡ്, അതായത് ഒരു ബോർഡ് വെച്ചിട്ട് അതിൽ കുറച്ച് നെയിംസും ഇതൊക്കെ എഴുതിയിട്ട് ഒരു ബട്ടണും യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഒരു ഇൻട്രസ്റ്റിംഗ് ഗെയിം കളിക്കാം എന്നാണ് പറയുന്നത്. 2 students ക്യാൻ സിറ്റ് ഓൺ എയ്തർ സൈഡ് ഓഫ് ദി ബോർഡ്. 2 കുട്ടികൾ അതിൻ്റെ 2 സൈഡിലും ഇരിക്കണം. ലെറ്റ് പ്ലെയർ എ നെയിം എ സെൽ. ഫോർ എക്സാമ്പിൾ B3. ഒരു കുട്ടി പറയും, അടുത്ത ഒരു കുട്ടി എന്ത് പറയും? ഒരു എക്സാമ്പിളായിട്ട് B3 എന്ന് പറഞ്ഞു എന്ന് എഴുതാം. അപ്പോൾ പ്ലെയർ B, ഇതാണ് പ്ലെയർ എ എന്ന് പറയുക. ഈ കുട്ടി പറഞ്ഞു B3 എന്ന് പറയുകയാണെങ്കിൽ ഈ കുട്ടി എന്താണ് B3യുടെ അവിടെ ഈ ബട്ടൺ കൊണ്ടുപോയി വെക്കണം. ഇതാണ് ടാസ്ക്. ഓക്കെ, ബട്ടൺ ഓൺ ദി എക്സാക്ട് സെൽ. he or she gets 1 point. ആ കുട്ടി, അതായത് ബട്ടൺ വെച്ച കുട്ടിക്ക് എന്തിട്ടും 1 പോയിൻ്റ് കിട്ടും. നൗ യു ക്യാൻ സ്വിച്ച് റോൾസ്. പ്ലെയർ എ ക്യാൻ ആൾസോ സ്കോർ എ പോയിൻറ്റ് ബൈ പ്ലേസിങ് ദ ബട്ടൺ കറക്റ്റ്ലി. എന്തത് കറക്റ്റ് അല്ലാതെ ഇരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാർക്ക് ഒരു മാർക്ക് കിട്ടുക. അങ്ങനെ നമുക്ക് കളിക്കാം എന്നാണ് പറയുന്നത്. ഈച്ച് സ്റ്റുഡൻറ്റ് ക്യാൻ ഹാവ് 10 അറ്റംപ്റ്റ്സ്. ഒരു കുട്ടിക്ക് 10 ചാൻസ് ആണ് ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട്. മേക്ക് ഷുവർ ദാറ്റ് ദ ഗ്രിഡ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ എ സ്റ്റിപ്പുലേറ്റഡ് ടൈം. ഓക്കെ,
അപ്പോൾ ഇനി നമുക്കും ഇതുപോലെ ഒരു ഗെയിം കളിക്കാം. പക്ഷേ നമ്മളിവിടെ ബട്ടൺ അല്ല യൂസ് ചെയ്യുന്നത്, കുറച്ച് പേരുടെ പേര് എഴുതിയിട്ടുണ്ട്, ആ ഒരു രീതിയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു സൈഡിൽ ഞാൻ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട് 0, 1, 2, 3 and 4. പിന്നെ ഇവിടെ ഈ മുകളിൽ ABC ആൽഫബറ്റ്സ് എഴുതിയിട്ടുണ്ട്, ABCDEFG. ഇനി ഞാൻ ഓരോരുത്തരുടെ നെയിം ഓരോ സ്ഥലത്തായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ചോദിക്കും. ഫോർ എക്സാമ്പിൾ ജെസ്സി എവിടെ ഇരിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ ബിയിലാണ് ഇരിക്കുന്നത്, 1-ലല്ലേ, 1 അല്ലേ ഇതിൻ്റെ നേരെയുള്ള സ്ഥലം, അപ്പോൾ 1B അങ്ങനെ പറയണം. ഓക്കെ, അതാണ് ഗെയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡിയാണെന്ന് കരുതുന്നു. ഫസ്റ്റ് ഞാൻ പറയാണ്, ഹൈഫ എവിടെ ഇരിക്കുന്നത്? യെസ്, F1ലാണ് ഹൈഫ ഇരിക്കുന്നത്. ജോൺ എവിടെ ഇരിക്കുന്നത്? യെസ്, D2 കറക്റ്റ്. മിൻഹ B3യിലാണ് ഇരിക്കുന്നുള്ളത്. പിന്നെയോ സഫ G4ലാണ് സഫ ഇരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു B1. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും കളിക്കാം. നിങ്ങൾ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബട്ടൺസ് യൂസ് ചെയ്തിട്ടും കളിക്കാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, അടുത്തതായിട്ട് ഇങ്ങനൊരു ഭാഗം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കാണുന്നില്ലേ? നോക്കൂ. അടുത്തതായി കൂട്ടുകാരെ, ഇങ്ങനെ ഒരു ഭാഗം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കാണുന്നില്ലേ? ഒന്ന് വായിച്ച് നോക്കാം അല്ലേ. ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട് ദി പൊസിഷൻ ഓഫ് എ തിങ് ഓർ റീജിയൻ ഓൺ ദി സ്ഫെരിക്കൽ ദ എക്സ്റ്റെൻറ്റീവ് എർത്ത്? ഇങ്ങനെ വിശാലമായിട്ട് എർത്തില്ലേ, നമ്മൾ എങ്ങനെയാണ് ഒരു സാധനത്തിൻ്റെ സ്ഥാനം അളക്കുന്നത്? ഈസ് ഇറ്റ് ബൈ ഡ്രോയിങ് ലൈൻസ് ഡ്രോയിങ് ചെയ്തിട്ട് നമുക്ക് പറ്റുമോ? See the figure of the ball given figure 5.2 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കൂ. കണ്ടില്ലേ? ഇതിപ്പോൾ ഇവിടെ ഒരു ചിത്രമുണ്ട്, അതായത് ഒരു ബസ്സിൻ്റെ ചിത്രം, സ്കൂൾ ബസ്സിൻ്റെ. അപ്പോൾ ഈ സ്കൂൾ ബസ് ഈ ഒരു പന്തിൻ്റെ അതൊരു ചിത്രമാണ് കേട്ടോ. അപ്പോൾ ഈ പന്ത് ഇതൊരു ഒരു ബോളാണ്. ഈ ബോളിൽ എവിടെയാണ് ഈ ചിത്രം ഇരിക്കുന്നതെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുമോ? നമ്മളിപ്പോൾ ചിലർ പറയും താഴെയാണ്, മുകളിൽ വലത് ഭാഗത്ത്, അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? പറ്റില്ല. ബിക്കോസ് ഇതെന്താണ്, ഒരു ഗോളാകൃതിയിലുള്ളതാണ് അല്ലേ. അപ്പോൾ ഹൗ ക്യാൻ യു ഡിസ്ക്രൈബ് ദ ലൊക്കേഷൻ ഓഫ് ദി പിക്ചർ പോസ്റ്റഡ് ഓൺ ഇറ്റ്? അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? നമ്മൾ ഇങ്ങനെ പറയും അല്ലേ, അറ്റ് ദി ടോപ്പ് മുകളിൽ, അറ്റ് ദി ബോട്ടം, ഇൻ ദി മിഡിൽ, എലോങ് ദി എഡ്ജ്, അങ്ങനെയൊക്കെ നമ്മൾ പറയും. പക്ഷെ അതെന്തല്ല, കറക്റ്റ് അല്ല. നോൺ ഓഫ് ദി എബവ് ആൻസേഴ്സ് ആർ കറക്റ്റ് ആസ് ദി ഷേപ്പ് ഓഫ് ദി ബോൾ ഈസ് സ്ഫെരിക്കൽ. അതൊരിക്കലും കറക്റ്റ് അല്ല. കാരണം എന്താണ്, നമ്മളിപ്പോൾ ഈ കണ്ട ഈ ബോളുണ്ടോ, ഇത് സ്ഫെരിക്കൽ ഷേപ്പിലാണുള്ളത്, അതായത് ഗോളാകൃതിയിലുള്ള ഒരു ബോളാണ്. ഓക്കെ, അതുകൊണ്ട് പറ്റില്ല. ഹൗ ക്യാൻ വി ഡിറ്റർമൈൻ ദി എക്സാക്റ്റ് ലൊക്കേഷൻ? നമുക്കതുകൊണ്ട് എങ്ങനെയാണ് ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റുക? ഷാൾ വി ട്രൈ ഡ്രോയിങ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ലൈൻസ് ഓൺ ദി ബാൾ? നമുക്ക് ബാളിൽ നെടുകയും കൂടുകയും കുറച്ച് വരകൾ വരയ്ക്കാം അല്ലെ, വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും കുറച്ച് വരകൾ വരയ്ക്കാം. Look at the figure 5.3 and try to find out the position of the picture on the ball with the help of the lines draw. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചിത്രം കാണാമല്ലോ, ഇത് നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു ചിത്രം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ കുറച്ച് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും കുറച്ച് ലൈൻസ് വരച്ചു. അപ്പോൾ ഉള്ളൊരു ചിത്രമാണിത്. അപ്പോൾ ഈ ഒരു ചിത്രം കണ്ടില്ലേ ഇവിടെ, ഒരു ബസ്സിൻ്റെ, ആ ബസ്സിൻ്റെ ചിത്രം ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് ഏകദേശം പറയാൻ പറ്റുമല്ലോ? പറ്റും അല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള ലൈൻസ് വരച്ചാൽ നമുക്ക് പെട്ടെന്ന് പറ്റും. ലൈൻസ് ഓൺ ദി എർത്ത്, ഇനി ഒരു ഭാഗമുണ്ട് ലൈൻസ് ഓൺ ദി എർത്ത് എന്ന് പറഞ്ഞിട്ട്. ദ ലൊക്കേഷൻ ഓഫ് എനി റീജിയൻ ഓൺ ദി എർത്ത് ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബേസ്ഡ് ഓൺ സച്ച് ലൈൻസ്. നമുക്ക് കുറച്ച് ലൈൻസിൻ്റെ ഇതിൽ ലൊക്കേഷൻ മനസ്സിലാക്കാൻ പറ്റും. എർത്തിലെ ഓരോ റീജിയൻ്റെ ലൊക്കേഷനൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ലെറ്റ് us see how, എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. These lines are drawn at exact angular measurements on the spherical surface. ഇതൊക്കെ എന്താണ്, ഈ ലൈൻസ് ഡ്രോ ചെയ്തിട്ടുള്ള എക്സാക്റ്റ് ആംഗുലർ മെഷർമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് അല്ലേ, സ്ഫെരിക്കൽ സർഫേസ്. ഈ ഒരു സ്ഫെരിക്കൽ ഇതിൽ ആംഗുലർ ഇതുകളൊക്കെ യൂസ് ചെയ്തിട്ട് വരച്ചിട്ടുള്ളതാണിത്. വാട്ട് ഈസ് ദ ആംഗുലർ മെഷർമെൻറ്റ് ഓഫ് എ സർക്കിൾ? ഒരു സർക്കിളിൻ്റെ കോണളവ് എത്രയാണ്? 360. സർക്കിൾ നമ്മൾ പഠിച്ചതാണ് മാത്സിൽ, ഇത് പഠിച്ചിരുന്ന പാടായിരുന്നു അല്ലേ. എന്താ, ഒരു സർക്കിളിൻ്റെ അതിൽ 360 ഡിഗ്രിയാണ് കോണളവ് ഉണ്ടാവുക, ആംഗുലർ മെഷർമെൻറ്റ് ഉണ്ടാവുക അല്ലേ.
അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇങ്ങനെയൊരു ഭാഗം കാണാം. ഒബ്സർവ് ഫിഗർ 5.1 5.4 കാണാലോ. ഈ ഒരു ചിത്രം നിങ്ങളോട് നിരീക്ഷിക്കാൻ പറയുന്നു. Can't you see the vertical and horizontal lines marked on the globe? The vertical lines are called longitudes and the horizontal lines are called latitudes. Such lines shown on the globes and maps are imaginary lines. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ, നമ്മുടെ എർത്തിൻ്റെ ചിത്രം ഞാൻ കാണിച്ചു തന്നു അല്ലേ. ഈ എർത്തിൻ്റെ ചിത്രത്തിൽ നിങ്ങൾക്ക് ഇവിടെയൊക്കെ കുറച്ച് ലൈൻസ് ഇങ്ങനെ കാണാം. ഈ ലൈൻസൊക്കെ എന്താണ്? വെർട്ടിക്കലും ഹൊറിസോണ്ടലും ആയിട്ടുള്ള ലൈൻസാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ വെർട്ടിക്കലായിട്ടുള്ള ഒരു ലൈൻ ഇങ്ങനെ പോകുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ എന്താണ് നമ്മൾ പറയുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള വെർട്ടിക്കലും ഹൊറിസോണ്ടലും ആയിട്ടുള്ള ലൈൻസിന് കുറച്ച് നെയിംസ് പറയും. വെർട്ടിക്കൽ ലൈൻസിന് ആർക്കാളുടെ എന്താണ്? ലോങ്ങിറ്റ്യൂഡ് എന്നാണ് വെർട്ടിക്കൽ ലൈൻസിന് വിളിക്കുക. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈൻസാണ് വെർട്ടിക്കൽ. ഇതിന് വിളിക്കുന്ന പേരാണ് ലോങ്ങിറ്റ്യൂഡ്സ്. ആൻഡ് ഹൊറിസോണ്ടൽ ലൈൻസ് ആർക്കാളുടെ ലാറ്റിറ്റ്യൂഡ്സ്. ഹൊറിസോണ്ടലായിട്ട് നമ്മൾ ലൈൻ വരയ്ക്കുന്നതിന് ലാറ്റിറ്റ്യൂഡ് എന്നും പറയും എന്നാണ് പറയുന്നത്. സച്ച് ലൈൻസ് ഷോൺ ഓൺ ദി ഗ്ലോബ്സ് ആൻഡ് മാപ്സ് ആർ ഇമാജിനറി ലൈൻസ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. കാരണം ഈ ഭൂമിയിലുള്ള വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടലായിട്ടുള്ള ലൈൻസ്, അതായത് ലോങ്ങിറ്റ്യൂഡ്സും ലാറ്റിറ്റ്യൂഡ്സും എന്തല്ല, റിയൽ അല്ല കേട്ടോ. റിയൽ ആണെങ്കിൽ ശരിയാവില്ല. അത് ഇമാജിനറി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. ഓക്കെ, നമ്മൾ ചിന്തിച്ച് കൂട്ടിയ കാര്യങ്ങളൊക്കെയാണ് ഈ വരകളും ഒക്കെ. ഓക്കെ. അപ്പോൾ ഈ ലാറ്റിറ്റ്യൂഡ്സ് ഉണ്ടോ? ഇതാണ് ലാറ്റിറ്റ്യൂഡ്സ്. ഇത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻസ് നമ്മൾ വിളിക്കുന്ന പേരെന്താ? യെസ്, ലാറ്റിറ്റ്യൂഡ്സ്. ഫിഗർ 5.5 കാണുന്നതാണ് ലാറ്റിറ്റ്യൂഡ്സ്. ഫിഗർ 5.5 നോക്കൂ എല്ലാവരും. ഇതാണ് ലോങ്ങിറ്റ്യൂഡ്സ്. ലോങ്ങിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻസ് നമ്മൾ വരച്ചിട്ടുണ്ട്. അതിനാണ് എന്ത് പറയുന്നത്? ലോങ്ങിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ലാറ്റിറ്റ്യൂഡ് എന്ന് നോക്കാം. Latitude is the angular distance to any point on the surface of the earth from the center. By joining the same angular distance we get the lines of latitudes. അപ്പോൾ ലാറ്റിറ്റ്യൂഡ്സ് എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ലാറ്റിറ്റ്യൂഡ് ഈസ് ദ ആംഗുലർ ഡിസ്റ്റൻസ്, ഒരു ആംഗുലർ ഡിസ്റ്റൻസ് ടു എനി പോയിൻറ്റ് ഓൺ ദി സർഫേസ് ഓഫ് ദി എർത്ത് ഫ്രം ദി സെൻറ്റർ. By joining the same angular distance we get the lines of latitudes. എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി അടുത്തത് ആക്സിസ് എന്താണെന്നാണ്. ആക്സിസ് എന്ന് പറഞ്ഞാൽ അച്ചുതണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നില്ലേ ഫ്രണ്ട്സ്? ഓക്കെ, ആക്സിസ് എന്ന് പറഞ്ഞാൽ അച്ചുതണ്ട് എന്നാണ് അർത്ഥം കേട്ടോ. ഇൻസെർട്ട് എ സ്ട്രൈറ്റ് പോൾ ത്രൂ ദി സെൻറ്റർ ഓഫ് എ ബാൾ ആൻഡ് ലെറ്റ് ഇറ്റ് സ്പിൻ. ദിസ് പോൾ ഈസ് ദി ആക്സിസ് ഓഫ് ദി ബോൾ. ഇമാജിൻ ദർ ഈസ് എ സ്ട്രൈറ്റ് പോൾ പാസിംഗ് ത്രൂ ദി സെൻറ്റർ ഓഫ് ദി എർത്ത്. This imaginary line is the axis of the earth. The earth rotates on this tilted axis. എന്താണ് പറയുന്നത്? Insert a straight pole through the center of a ball and let it spin. നമ്മളൊരു ബോൾ എടുക്കുക, എന്നിട്ട് അതിൻ്റെ നടുവിൽ ഒരു ഇതാക്കിയിട്ട് പിന്നെ അതിൻ്റെ അകത്ത് ഒരു ചെറിയ ഇതുണ്ട്, പോള് കയറ്റി വിട്ടിട്ട് അതൊന്ന് സ്പിൻ ചെയ്ത് നോക്കൂ. ആ ഇതുമ്മ പിടിച്ചിട്ട്, ആ തണ്ടുമ്മ പിടിച്ചിട്ട് നമ്മൾ ആ ഒരു ബോളിനെ സ്പിൻ ചെയ്ത് നോക്കൂ. നമ്മൾ ഗ്ലോബൊക്കെ കണ്ടിട്ടില്ല, അതുപോലെ തന്നെ ദിസ് പോൾ ഈസ് ദ ആക്സിസ് ഓഫ് ദി ബോൾ. ആ ബോളിൻ്റെ ആക്സിസ് ആണ് എന്ത് പറയുന്നത്? ആ പോള് അല്ലെങ്കിൽ ആ വടി എന്ന് പറയുന്നത് ആ ബോളിൻ്റെ, ആ പന്തിൻ്റെ എന്താണ്? ആക്സിസ്, അച്ചുതണ്ടാണെന്നാണ് പറയുന്നത്. ഇമാജിൻ ദർ ഈസ് എ സ്ട്രൈറ്റ് പോൾ പാസിംഗ് ത്രൂ ദി സെൻറ്റർ ഓഫ് ദി എർത്ത്. ഈ എർത്തിൻ്റെ സെൻറ്റർ കൂടെ ഒരു പോള് പോകുന്നുണ്ടെന്ന് കരുതുക കേട്ടോ. അത് ശരിക്കും ഇല്ലാത്തതാണ്, അത് നമ്മൾ വിചാരിക്കുക. നമ്മൾ പറയേണ്ടത് സ്വയം കറങ്ങാറുണ്ട് അച്ചുതണ്ടില്ലെന്ന്, അത് തന്നെ. അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന്, സെൻറ്ററിൽ പാസ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് വിചാരിക്കുക. ദിസ് ഇമാജിനറി ലൈൻ ഈസ് ദ ആക്സിസ് ഓഫ് ദി എർത്ത്. അതാണ് എന്ത്? എർത്തിൻ്റെ, അതായത് ഭൂമിയുടെ ആക്സിസ് അല്ലെങ്കിൽ അച്ചുതണ്ട് എന്ന് പറയുന്നത് ഏതാണ്? ഇപ്പം നമ്മൾ കയറ്റി വിട്ട പോളാണ്. ഓക്കെ, നമ്മുടെ ഇമാജിനറിയിലുള്ള ആ പോൾ അല്ലെങ്കിൽ ആ തണ്ടാണ് എന്ത്? ഇപ്പോൾ എർത്തിൻ്റെ അച്ചുതണ്ട് അല്ലെങ്കിൽ
ആക്സിസ് എന്ന് അറിയപ്പെടുന്നത്. ദ എർത്ത് റൊട്ടേറ്റ്സ് ഓൺ ദിസ് ടിൽറ്റഡ് ആക്സിസ്. ഈ എർത്ത് റൊട്ടേറ്റ് ചെയ്യണത് ഇതുപോലെയുള്ള ഈ ഇമാജിനറി ആയിട്ടുണ്ടാക്കി നമ്മൾ ഈ ആക്സിസിലാണ് കേട്ടോ. ഈ ഒരു പോൾ അതാണ് സൗത്ത് പോൾ, ഇത് നോർത്ത് പോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ചിത്രം കാണിക്കുന്നുണ്ട്. നോർത്ത് എന്ന് പറഞ്ഞാൽ മുകളിലത്തെ വടിയുടെ ഭാഗം, പിന്നെ അടിയത്തെ ഒരു തണ്ടിൻ്റെ ഭാഗം കാണിക്കുകയാണ് അല്ലേ. ഇനി അടുത്തത് ലെറ്റസ് ഡ്രോ ദ ലാറ്റിറ്റ്യൂഡ്സ്. എങ്ങനെയാണ് ലാറ്റിറ്റ്യൂഡ്സ് ഡ്രോ ചെയ്യുകയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ പഠിച്ചു അല്ലേ. ഓക്കെ, അത് ഓർമ്മ ഉണ്ടല്ലോ. ഓക്കെ, ടേക്ക് എ ബോൾ വിച്ച് ഈസ് നോട്ട് ഹോളോ ആൻഡ് കട്ട് ഇറ്റ് ഇൻറ്റു 2 ഈക്വൽ ഹാഫ്സ്. ഒരു ബോൾ എടുക്കുക. ഓക്കെ, എന്നിട്ട് അതിനെ പകുതിയായിട്ട് മുറിച്ചിട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പ്രൊട്രാക്ടർ ക്യാൻ യു ലേബൽ ദ ആംഗുലർ ഡിസ്റ്റൻസ് ആസ് ഷോൺ ഇൻ ദി പിക്ചർ. ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ള ഫിഗർ 5.6 കാണിച്ചതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പ്രൊട്രാക്ടർ, കോൺ മാപ്പിംഗ് എന്ന് മലയാളത്തിൽ പറയാം അല്ലേ. ഈ പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ കോൺ അളവുകൾ അങ്ങനെ ഓരോ കോൺ അളവ് കഴിഞ്ഞിട്ടും നമ്മളിങ്ങനെ രേഖപ്പെടുത്തുക. 0 കഴിഞ്ഞ് 15 ഇതിൽ വ്യത്യാസത്തിൽ ഇവിടെ ഇതാക്കിയിട്ടുണ്ട് അല്ലേ. 0, 15, 30, 45, 60, 75, പിന്നെ 75, 60, 45, 30, പിന്നെ 15 അങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങളടുത്ത് നടുകെ മുറിച്ചിട്ട് അടയാളപ്പെടുത്തുക. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. പിന്നെയോ, ആഫ്റ്റർ മേക്കിംഗ് ദ ആംഗുലർ ഡിസ്റ്റൻസ് ഫ്രം 0 degree to 90 degree, join the same angular distance by sticking dots along the surface of the ball as shown. ഫിഗർ 5.6. ഈ ഫിഗർ 5.6 കാണിക്കുന്ന പോലെ ഇങ്ങനെ കുറച്ച് പൊട്ടുകളോ അല്ലെങ്കിൽ ഡോട്ട്സ് എന്തെങ്കിലും സ്റ്റിക്കറോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഡിഗ്രിമേ നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇതിവിടെ കാണിക്കുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ അവസാനം നമ്മളിത് ഒന്ന് കൂട്ടി ചെയ്യുമ്പോൾ എന്താവും, അത് ഒട്ടിച്ച് കഴിയുമ്പോൾ ഒരു നല്ല ലാറ്റിറ്റ്യൂഡായിട്ടുള്ള ഇത് ലൈൻസ് അതുമ വീഴും. അതാണ് പറയുന്നത്. ഡ്രോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡോട്ട്സ് ജോയിൻ ദ സെയിം ആംഗുലർ ഡിസ്റ്റൻസ്. അപ്പോൾ സെയിം ആംഗുലർ ഡിസ്റ്റൻസിൽ അപ്പുറത്തേലും വരയ്ക്കുക. റിപ്പീറ്റ് ദ സെയിം പ്രോസസ് ഓൺ ദി അതർ ഹാഫ് ഓഫ് ദി ബോൾ ആസ് വെൽ. ബൈ ജോയിനിങ് ദ 2 halves ഓഫ് ദി ബോൾ യു വിൽ ഗെറ്റ് എ സ്ഫെയർ വിത്ത് സർക്കിൾസ് മാർക്ക്ഡ് ഓൺ ദം. നമുക്കിത് രണ്ടും പിന്നെ ഇത് ഒക്കെ ചെയ്ത ശേഷം ഇത് രണ്ടും നമ്മൾ ഒരുമിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ലാറ്റിറ്റ്യൂഡ്സ് ആയിട്ടുള്ള ലൈൻസ് കിട്ടും. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദിസ് മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾ ദാറ്റ് ദ ഇമാജിനറി ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ആർ ഡ്രോൺ ഓൺ ദി ഗ്ലോബ്. ഗ്ലോബിലെ ഡ്രോ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയുള്ള ഇമാജിനറി ആയിട്ടുള്ള ലൈൻസ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ എന്നാണ് പറയുന്നത്. ഒബ്സർവ് ദ ഗ്ലോബ് ഫിഗർ 5.8. ഫിഗർ 5.8 ഒന്ന് നിരീക്ഷിക്കാൻ പറയുന്നു. ഇതാണ് ഒരു ഗ്ലോബിൻ്റെ ചിത്രമാണ് അല്ലേ. എന്താണ്, യു ക്യാൻ സീ ദാറ്റ് ദ സൈസ് ഓഫ് ദി സർക്കിൾസ് ഡിക്രീസ് വിത്ത് ദയർ പൊസിഷൻ എവേ ഫ്രം ദി സെൻറ്ററിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ ലൈൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. പൊസിഷൻ ഡിക്രീസ് വിത്ത് ദെയർ പൊസിഷൻ എവേ ഫ്രം ദി സെൻറ്റർ. ഹാവിൻറ്റ് യു നോട്ടീസ്ഡ് ദാറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് along the latitudes at same angular distance decreased gradually? The latitudinal line along the middle of the globe is the longest one. ഇവിടെ കാണാമല്ലോ ഒരു ലാറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള ലൈന് പോകുന്നു നടുവിലൂടെ. ഇതിന് പറയുന്ന പേര് ഇക്വാറ്റർ എന്നാണ്. ഇതാണ് ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡായിട്ടുള്ള ലൈൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ലോങ്ങസ്റ്റ് വൺ. ദിസ് ലൈൻ ഓഫ് ലാറ്റിറ്റ്യൂഡ് ഈസ് കാൾഡ് ദ ഇക്വാറ്റർ. ഈ ഒരു ലൈനിനെയാണ് നമ്മൾ വിളിക്കുന്ന പേര് ഇക്വാറ്റർ എന്ന്. ദ ആംഗുലർ മെഷർമെൻറ്റ് ഓഫ് ദി ഇക്വാറ്റർ ഈസ് 0 degree. ദ ആംഗുലർ മെഷർമെൻറ്റ് അല്ലെങ്കിൽ കോണളവ് എന്താണ്, ഇക്വാറ്ററിന് കോണളവ് 0 degree ആണ്. ചെക്ക് വെദർ ദ ലാറ്റിറ്റ്യൂഡ്സ് അറ്റ് 90 degree north ആൻഡ് 90 degree south ഓഫ് ദി ഇക്വാറ്റർ ആർ സർക്കിൾസ്. പിന്നെ എന്താണ് പറയുന്നത്, ഈ നോർത്തിലും സൗത്തിലുമായിട്ട് 90 degree എന്ന് പറഞ്ഞിട്ട് ഒരിത് കാണാം. അതും സർക്കിൾസാണ്. പിന്നെ ഇക്വാറ്ററും സർക്കിളാണെന്നാണ് പറയുന്നത്.
അപ്പം ഈ നോർത്തിട്ടുള്ള 90 ഡിഗ്രിക്ക് പറയുന്ന പേരാണ് നോർത്ത് പോൾ എന്ന്. സൗത്തുള്ള 90 ഡിഗ്രിക്ക് പറയുന്നവർ സൗത്ത് പോൾ എന്നാണ് പറയുക. ഓക്കെ, These points are known as the North and South poles respectively. All the other lines of latitudes are circles drawn parallel to the equator. Observe figure 5.8 and identify the important lines of latitudes. ലാറ്റിറ്റ്യൂഡ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ഈ ഒരു ഫിഗർ നോക്കിയിട്ട് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഒന്നുണ്ട് 66.5 നോർത്തുള്ള 66.5 ആർട്ടിക് സർക്കിൾ പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് സൗത്തിലും ഉണ്ട്. 66.5 അന്റാർട്ടിക് സർക്കിളും ആർട്ടിക് സർക്കിളുമാണ് കേട്ടോ. അപ്പോൾ ഇത് അന്റാർട്ടിക്കും ഇത് ആർട്ടിക്കുമാണ്. പിന്നെ ഇന്നും കൂടെ ഉണ്ടല്ലോ 23.5 നോർത്ത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്നാണ് 23.5 നോർത്തുള്ള ഒരു ലൈൻ തന്നെ ലാറ്റിറ്റ്യൂഡിൻ്റെ പേര്. ഓക്കെ, അതേപോലെ തന്നെ ഇത് സൗത്തിലും ഉണ്ട്. എന്താ പറയുക, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്നാണ് അതിന് പറയുന്നത്. പിന്നെ നോക്കൂ, ഇക്വാറ്ററിൻ്റെ ഈ ഭാഗത്തുള്ളതാണ് സൗത്തേൺ ഹെമിസ്ഫെയറും ഇക്വാറ്ററിൻ്റെ മുകളിലുള്ള നോർത്തിലുള്ളതാണ് നോർത്തേൺ ഹെമിസ്ഫെയർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ ലാറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ട് മനസ്സിലായല്ലോ. പിന്നെ നമുക്കൊരു വർക്ക്ഷീറ്റ് ഉണ്ടായിരുന്നു. ഫൈൻഡ് ഔട്ട് ദ ഫോളോയിങ്. നമ്മൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനാണ്. ലൈൻ ഓഫ് ലാറ്റിറ്റ്യൂഡ് ഡിവൈഡിങ് ദ എർത്ത് ഇൻറ്റു 2 ഹെമിസ്ഫെയർസ്. 2 ഹെമിസ്ഫെയർസ് ആയിട്ട് നമ്മളെ എർത്തിനെ തിരിക്കുന്നത് ആരാണ്? തിരിക്കുന്ന 2 ലൈൻസ് ആയിട്ട് തിരിക്കുന്ന ആ ഒരു ലൈനിന് പറയുന്ന പേരാണ് എന്താണെന്ന് ചോദിക്കുന്നത്. എന്താണ്? യെസ്, ഇക്വാറ്റർ ആണ് അല്ലേ. അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹെമിസ്ഫെയർ ടു ദി നോർത്ത് ഓഫ് ദി ഇക്വാറ്റർ. ഇക്വാറ്ററിൻ്റെ നോർത്ത് ഭാഗത്തുള്ള ഹെമിസ്ഫെയറിനെ എന്താണ് പറയുക എന്നാണ് പറയുന്നത്. എന്താണ്? നോർത്തേൺ ഹെമിസ്ഫെയർ. അതുപോലെ തന്നെ അടുത്ത ചോദ്യം, ഹെമിസ്ഫെയർ ടു ദി സൗത്ത് ഓഫ് ദി ഇക്വാറ്റർ. ഇക്വാറ്ററിൻ്റെ സൗത്ത് ഭാഗത്തുള്ള ഹെമിസ്ഫെയറിനെ എന്താ പറയുക? യെസ്, എന്താ പറയുന്നത്? സൗത്തേൺ ഹെമിസ്ഫെയർ. ഇനി അടുത്തത്, ദ ബിഗ്ഗസ്റ്റ് സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സർക്കിൾ ഏതാണ്? യെസ്, നമ്മുടെ ഇക്വാറ്ററാണ് പറയുന്നത് അതിൻ്റെ ആൻസർ അല്ലേ. ദ ബിഗ്ഗസ്റ്റ് സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ്. അപ്പോൾ ഇതിൻ്റെ ആൻസറൊക്കെ എഴുതിയെടുക്കാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഈ 4 ആൻസർ ഓരോ പോയിൻ്റായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഹോംവർക്ക് പെട്ടെന്ന് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇല്ലാത്തവർ ഇതിന് മുമ്പ് ഞാൻ മലയാളം മീഡിയത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് ജസ്റ്റ് കാണുമ്പോഴേക്കും നിങ്ങൾക്കിത് നന്നായി മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.